നാളെ സ്കൂൾ അധ്യയന വർഷം ആരംഭിക്കുകയാണ്. സ്കൂളിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് കുട്ടികൾ. മലപ്പുറം അങ്ങാടിപ്പുറത്ത് നിന്ന് അനുമോദും കുട്ടികളും ചേരുന്നുണ്ട്. അനുമോദെ, ഞായറാഴ്ചയാണ് നാളത്തെ, അതായത് ഇന്ന് അവർക്ക് അവസാന വെക്കേഷൻ ഡേ ആണ്. നാളെ തൊട്ട് സ്കൂളിലേക്ക് വീണ്ടും പോവുകയാണ്. റെഡിയാണോ കുട്ടി സംഘം? സ്കൂൾ വർക്ക് ഇനിയും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. കുട്ടികളൊക്കെ തന്നെ സ്കൂളിലേക്ക് പോകാൻ റെഡി ആവുന്നതിൻ്റെ ഒരു ആവേശത്തിലാണുള്ളത്. ഞാൻ നിൽക്കുന്നത് അങ്ങാടിപ്പുറത്താണ്. എൻ്റെ കൂടെ ഒരു കുട്ടിപ്പട്ടാളം തന്നെ ചേരുന്നുണ്ട്. ഇവരൊക്കെ തന്നെ അങ്ങാടിപ്പുറം തരകൻ സ്കൂളിലും വിദ്യാഭവൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണ്. കുറച്ച് മാലായ കുട്ടികളുണ്ട്, മിടുക്കന്മാരുണ്ട്. എന്താണ്, റെഡിയായോ? റെഡിയായി. എന്താണ്, എല്ലാവരും ബാഗൊക്കെ ആയിട്ട് ബുക്കൊക്കെ കിട്ടി, എല്ലാം വാങ്ങിച്ചോ? എല്ലാം വാങ്ങിച്ചു. സാധാരണ സ്കൂള് പോവാന്ന് പറയുമ്പോൾ എല്ലാവർക്കും വിഷമമൊക്കെയാണ്. എന്താണ്, നാളെ പോകുന്നതിന്റെ സന്തോഷമാണോ അതോ എന്താണ് തോന്നുന്നത്? സന്തോഷമാണ്. എന്താ സന്തോഷം തോന്നാറ കാരണം? ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ പഠിക്കാൻ രസമല്ലേ. 2 മാസമായിട്ട് കണ്ടിട്ടില്ലല്ലേ? കണ്ടിട്ടില്ല. ഇപ്പൊ മോള് എത്രയിലേക്ക് ആകാൻ പോണേ? ഞാൻ 7ലേക്ക് ആകാൻ പോണേ. അപ്പോ വിദ്യാഭവൻ സ്കൂളിലല്ലേ പഠിക്കാൻ? ഒരാളോട് ഉണ്ടാകുന്നല്ലോ. അനിയനെ ഇവിടെ. മോനെ എത്രയല്ല പഠിക്കണേ? 4. എന്താണ് മോനെ സ്കൂള് തുറക്കുന്നു പറയുമ്പോൾ വിഷമമുണ്ടോ? മുഖത്തൊരു വിഷമമുള്ള പോലെ, ഇത്തിരി ഗൗരവത്തിൽ ഇല്ല? എന്താ സ്കൂളിൽ പോകുന്നതിന്റെ ഏറ്റവും വലിയ സന്തോഷം? ഫ്രണ്ട്സിനൊക്കെ കാണാം. മിസ് ചെയ്യുന്നുണ്ടല്ലേ ഫ്രണ്ട്സിനൊക്കെ, അല്ലേ? എന്താണ് തവണത്തെ സ്പെഷ്യൽ സ്കൂളിൽ തുറക്കുമ്പോ? ഫ്രണ്ട്സിനെ കാണാം, പിന്നെ പുതിയ ബാഗിന്റെ കാണട്ടെ. വാവ്, ഇതാണ് തവണത്തെ ബാഗ്. ഇത് അച്ഛന്റെ കൂടെ പോയി വാങ്ങിച്ചതാണോ അതോ അച്ഛൻ കൂടെ തന്നതാണോ? അച്ഛൻ്റെ കൂടെ പോയി വാങ്ങിച്ചു. നീ എന്നെ തിരഞ്ഞെടുത്തോ? ഇത് മതി എന്ന് പറഞ്ഞോ? അതോ അച്ഛൻ എടുത്ത് ഇത് മതി ഏതെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞില്ലല്ലോ? ഇല്ല. എന്തൊക്കെയാ ഇതിലുള്ളത്? ബുക്കൊക്കെ കിട്ടിയോ? നോട്ട്ബുക്കൊക്കെ വാങ്ങിച്ചോ? നോട്ട്ബുക്ക് വാങ്ങിച്ചില്ല. ബോക്സ് ഒക്കെ വാങ്ങി, ലഞ്ച് ബോക്സ്, വാട്ടർ ബോട്ടില്. എന്താ എല്ലാവരും ബാഗ് നോക്കട്ടെ. എന്താണ് ഇത്തവണ ബാഗ്? ഇതേത്? ഇത് ഈ മാലാക്കുട്ടർ ബാഗാണല്ലോ. പിങ്കാണല്ലോ. പിങ്കാണ് ഇഷ്ടപ്പെട്ട നിറം. എന്തൊക്കെയാ ബാഗിലുള്ളത്? ബുക്കും ബോക്സും ഉണ്ട് അല്ലേ? അച്ഛൻ വാങ്ങി തന്നോ അതോ മോളും കൂടി പോയിരുന്നു അച്ഛൻ്റെ കൂടെ വാങ്ങിക്കാൻ? അച്ഛൻ്റെ കൂടെ പോയി. ഇതിലെന്തൊക്കെയുള്ള ബാഗില്? ബുക്കും ബോക്സും. ടെക്സ്റ്റ് ബുക്കൊക്കെ കിട്ടിയോ സ്കൂളിൽ നിന്ന്? കിട്ടി. തുറന്നു നോക്കിയോ? അപ്പൊ നല്ല മണം ഉണ്ടോ ടെക്സ്റ്റ് ബുക്കിനൊക്കെ? കഥയൊക്കെ വായിക്കാൻ തുടങ്ങിയോ? ഇത് ചെറുതായിട്ടൊക്കെ അല്ലേ? ബുക്ക് കിട്ടിയിരുന്നോ? വായിച്ചു നോക്കിയോ? അപ്പൊ എന്താ പറഞ്ഞ? അച്ഛനമ്മയൊക്കെ സഹായിക്കുന്നുണ്ടോ വായിക്കാൻ? അച്ഛനും അമ്മയ്ക്കും ജോലിയുണ്ട്. ഒറ്റക്കിരുന്ന് വായിക്കുക അല്ലേ? അയ്യോ. മോളെ സ്കൂളാ? എത്രയൊക്കെയാ നീ? 7ക്ക്. നിങ്ങളൊരു ക്ലാസ്സിലാ? നിങ്ങൾ വേറെ സ്കൂളിലാണല്ലോ അല്ലേ? എന്താണ് എന്നിട്ട് സ്കൂളിൽ പോകുമ്പോ എന്താണ് നിങ്ങളെ എക്സൈറ്റ്മെന്റ്? കൂട്ടുകാരെ കാണുന്നതാണോ? പുതിയ ബുക്ക് കിട്ടുന്നതാണോ? എന്താണ്? എല്ലാം ഉണ്ടല്ലേ? ഇവിടെ 2 മിടുക്കന്മാരുണ്ടല്ലോ ഇവിടെ തരങ്ങ സ്കൂളിൽ അല്ലേ? എവിടെ എന്നിട്ട് ബുക്കും ബാഗൊക്കെ വാങ്ങിച്ചോ? വീട്ടിലാണ്. എന്താണ് തവണത്തെ എക്സൈറ്റ്മെന്റ് സ്കൂൾ തുറക്കുമ്പോ? എന്താ, സ്കൂളിൽ പോവാ, കൂട്ടുകാരന്മാരെ കാണുക, പിന്നെ ടീച്ചറൊക്കെ കണ്ടിട്ട് പഠിക്കുക. എല്ലാം കിട്ടിയോ? ബുക്കും ബാഗ് എല്ലാം കിട്ടി? ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടില്ല. ബാഗ് ഉണ്ട്, പുസ്തകം, പിന്നെ ബോക്സ് ഉണ്ട്. അനിയനല്ലേ? അനിയത്രയില്ല? ഞാൻ 1. പുതിയ സ്കൂളിലേക്കാണോ അതോ കഴിഞ്ഞ അവിടെ UKG ആയിരുന്നോ? അല്ല, ഞങ്ങള് തൃശ്ശൂരിലായിരുന്നു. പിന്നെ ഇങ്ങോട്ട് വാടക വീട്ടിൽ മാറിയതാ അല്ലേ? എന്നിട്ട് എവിടെ ബുക്കും ബാഗൊക്കെ വാങ്ങിച്ചോ? എന്താണ് ഇത്തവണ സ്പെഷ്യലൈസ് ചെയ്ത് എന്തൊക്കെയാ വാങ്ങിച്ച സ്കൂളിൽ നിന്ന്? ബോക്സിൽ എന്തൊക്കെയാ വാങ്ങിച്ച? എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വാങ്ങിച്ചോ? നിങ്ങൾക്ക് ഏത് കളറാ പ്രിഫർ ചെയ്ത് ബാഗിനൊക്കെ? ബാഗോ? ബ്ലൂ ആണോ? മഞ്ഞ. പെൺകുട്ടികൾക്കാണോ പിങ്ക് അധികം ഇഷ്ടം? പിങ്ക് ബാഗ്സ് ഏത് മോളുടെ ഇഷ്ടപ്പെട്ട കളർ എന്താ? പർപ്പിൾ കളറാണോ? മോളെ എന്നിട്ട് ബ്ലൂ ആണല്ലോ എടുത്ത്? പർപ്പിളാണ് ഇഷ്ടം, പക്ഷെ ബ്ലൂ കിട്ടിയത് അല്ലേ? നമ്മളിവിടെ ബ്ലൂ തന്നെ ആയിരിക്കും അല്ലേ ബോയ്സിനൊക്കെ? ഈ ബോയ്സിന് ബ്ലൂ, ഗേൾസിന് പിങ്ക്, പർപ്പിൾ അങ്ങനെയൊക്കെ ഉണ്ടോ? കളർ വ്യത്യാസം ഉണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ടോ? കളർ വ്യത്യാസം ഉണ്ടോ? ഇവിടെ ഒരു അച്ഛനും കൂടി ചേരുന്നുണ്ട്. ഈ 2 കുട്ടികളുടെ അച്ഛനാണ്. എന്താണ് ചേട്ടാ ഇത്തവണത്തെ ഒരു സ്കൂൾ തുറക്കുമ്പോഴുള്ള സാഹചര്യങ്ങളൊക്കെ? സ്കൂൾ തുറക്കുമ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഈ ഒരു ഇത് കാണുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ബാല്യത്തിലേക്കൊന്നും തിരിച്ചു പോകുന്നൊരവസ്ഥ എനിക്ക് തോന്നിപ്പോയി എന്നുള്ളതാണ്. പിള്ളേർ ഇത്ര മാത്രമല്ല, ഒരു കുറച്ച് പേരും കൂടി കൂടുതലുണ്ട്. ഇവിടെ അടുത്തൊരു കളിസ്ഥലമൊക്കെ ഉണ്ട്. നമ്മളൊക്കെ പണ്ട് കളിച്ചിരുന്ന പോലെ അല്ലെങ്കിലും അവർ ഇത്തവണ നന്നായിട്ട് എൻജോയ് ചെയ്തൊരു വെക്കേഷൻ തന്നെയാണെന്ന് പറയാൻ. ഒരു 10-18 പേരുടെ കുട്ടിപ്പട്ടാളം തന്നെ ഉണ്ടായിരുന്നു. നന്നായിട്ട് അവർ എൻജോയ് ചെയ്തിട്ടുണ്ട്.
പിന്നെ സ്കൂൾ തുറക്കുമ്പോൾ പൊതുവേ നമ്മുടെ മഴ കാലഘട്ടം തന്നെ മഴ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ അന്തരീക്ഷമാണ് സാർ. നമുക്ക് 1-ാം തീയതി പോകുമ്പോൾ നമ്മുടെ ഒരു ബാല്യം അങ്ങനെയാണല്ലോ. അതുപോലെ തന്നെയാണ് കഴിഞ്ഞ കാലത്തേക്ക് അപേക്ഷിച്ച് ഇത്തവണ ബാഗിനും ഇതിനൊക്കെ വില കൂടിയതായി തോന്നുന്നുണ്ടോ? തീർച്ചയായും സാധാരണ ഓരോ വർഷം കഴിയുമ്പോഴും അതിന് അനുപാതികമായിട്ടുള്ള കൂടുതൽ തന്നെയാണ്. ബജറ്റ് വർദ്ധിച്ചു. തീർച്ചയായും ഒരു 1-ലധികം പേര് അല്ലെങ്കിൽ 2-ലധികം പേരൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു ബാഗിന് കുറച്ച് ഒരു 2000 രൂപ ചെലവ് വരും. 1000 rupees പ്ലസ് ഒക്കെയാണ് നല്ലൊരു ബാഗിന്റെ വില എന്ന് പറയുന്നത്. തീർച്ചയായും അതായത് നല്ലൊരു കുറച്ച് വലിയൊരു ബാഗ് തന്നെ. LKG UKG അല്ല പറയുന്നത്. കുറച്ച് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും 1000, 1200, 1300 ഒക്കെ ഒരു നല്ലൊരു ബാഗ് കിട്ടണമെന്നുണ്ടെങ്കിൽ 2-3 പേരൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ബഡ്ജറ്റ് ഒരു സംശയമില്ല. തീർച്ചയായും. എന്നാലും നമുക്ക് ഒരു പാട്ട് പാടിയാലോ കൂട്ടുകാരെല്ലാം കൂടിയിട്ട്? 2 വരി പാടാം. എല്ലാവരും കൂടി അറിയുന്ന പാട്ട് ഏതെങ്കിലും. കൃത്യമോളെ ആരാ പാട്ട് പാടാം? ഒരു സ്കൂളിൽ ചെറിയൊരു പദ്യം ചൊല്ലിക്കേ. ഇംഗ്ലീഷ് മതി. ട്വിങ്കിൾ ട്വിങ്കിൾ സ്റ്റാറോ ഏതെങ്കിലും. Twinkle, twinkle, little star, how I wonder what you are up above the world so high, like a diamond in the sky. അടിപൊളി. മോക്ക് ഓർമ്മ ഉണ്ടോ? 2 വരി ഏതെങ്കിലും? മോനെ ഓർമ്മ ഉണ്ടോ ഏതെങ്കിലും വരികൾ പാട്ട്? നിങ്ങൾക്ക് ആരെങ്കിലും പാടാണ്ടോ? നീ പഠിക്കണമല്ലേ ഇതൊക്കെ? എന്താണെങ്കിലും കുട്ടികളൊക്കെ നാളെ സ്കൂളിൽ പോകുന്നതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. കാരണം പുതിയ ബാഗ്, പുതിയ ബുക്ക്, ഒപ്പം തന്നെ പഴയ കൂട്ടുകാരെയും ടീച്ചർമാരെയൊക്കെ കാണാൻ കഴിയുന്നൊരു സന്തോഷം. എന്താണെങ്കിലും സ്കൂൾ തുറക്കുന്നത് ആഘോഷമാക്കാൻ കുട്ടിപ്പട്ടാളം ഒരുങ്ങിക്കഴിഞ്ഞു. അനുമോദ് സൂചിപ്പിച്ചതുപോലെ അത് ആ ടെക്സ്റ്റ് ബുക്ക് ഇങ്ങനെ പുതിയ ടെക്സ്റ്റ് ബുക്ക് ആയി കിട്ടിയിട്ട് അതിങ്ങനെ തുറക്കുമ്പോൾ ഉള്ളൊരു വാസനയുണ്ട്. ആ വാസനയുടെ ആ ഒരു സ്മരണ വരുന്നു, ആ ഓർമ്മ വരുന്നു എന്നുള്ളതാണ് ഈ സ്കൂൾ തുറക്കുമ്പോൾ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം. ഇനി അധ്യയന വർഷത്തിലേക്ക് കടക്കുകയാണ്. എല്ലാവരും പുതിയ ബാഗും പുതിയ കുടയും പുതിയ ചെരുപ്പും ഒക്കെയായി പോവുകയാണ് സ്കൂളിലേക്ക്. 2 മാസത്തെ അവധിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ അനുമോദാണ് കുട്ടി സംഘത്തിനൊപ്പം ചേർന്നത് മലപ്പുറത്ത് നിന്ന്. ഇടവേള. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.